രഞ്ജിത് ഡയറീസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് പെരുന്നേനരുവി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ എന്ത് ചാടി പോകണമല്ലോ. പത്തനംതിട്ട ജില്ലയിലെ റാന്നി പഞ്ചായത്തിൽ വെച്ചിച്ചിറ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പെരുന്നേനരുവി വാട്ടർഫോൾസ്. പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നമ്മൾ റാന്നി എരുമേലി റോഡിൽ റാന്നി കഴിഞ്ഞ് മന്ദമരുതി എന്നൊരു സ്ഥലം വരും. ആ സ്ഥലത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ വെച്ചിച്ചിറ എന്ന സ്ഥലത്തെത്തും. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ ഈ ഒരു പെരുന്നേനരുവി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പം നമ്മുടെ ചാനലിലൂടെ ഈ കാണിക്കുന്ന ഈ ട്രാവൽ വീഡിയോസ് എല്ലാം തീരെ ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന ട്രാവലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടേക്ക് അത് എൻട്രി ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. 24 മണിക്കൂർ ഓപ്പറാണ്. ചിലപ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ. വെള്ളം കണ്ടോ? അതുകൊണ്ട് അപ്പോൾ ഇതാണ് പെരുന്നേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയുടെ ഒരു പോഷക നദിയാണ് പെരുന്നേനരുവി. ഇവിടെ ഒരു ചെറിയൊരു ബീച്ച് പോലുണ്ട്. ഇതിനെ കൗ ബീച്ച് എന്നാണ് പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. കൗ ബീച്ച് എന്ന് കാണാൻ പറ്റും. അത് റിസോർട്ടാണല്ലോ, മൗണ്ടൻ മിസ്റ്റ് റിസോർട്ട് എന്നുള്ളത്. അവിടെ താമസിക്കുന്നതായിരിക്കും അത്. ആ കാണുന്നതല്ല കേട്ടോ, നല്ല ഡേഞ്ചറാണ് ഇവിടെ. കാണുമ്പോൾ സിമ്പിളാണ്. അപ്പുറത്തോട്ട് വരാൻ പറ്റത്തില്ല, അവിടെ റിസോർട്ടിൻ്റെ പെർമിഷൻ വേണം തോന്നുന്നു. മയിലല്ല നമുക്കറിയുന്നത്, കാണാം. മയിലല്ല, വേറെന്തോ അറിയുന്നത്. അയ്യോ അയ്യോ, അടിയ മരത്തിലുണ്ട്. എന്തോ കാര്യം നോക്കി. ഇപ്പോൾ പെരുന്നേനരുവിയിൽ KSEBിയുടെ ഒരു ചെറിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിർമ്മിച്ച ഒരു ചെക്ക് ഡാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് ഡാമിന് മുകളിൽ കൂടെയാണ് നമുക്ക് പെരുന്നേനരുവി വാട്ടർഫോൾസിലോട്ട് പോകേണ്ടത്. അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. 5 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ ഈ ഒരു ചെക്ക് ഡാമിന് മുകളിൽ കൂടെ പോകാൻ പാടില്ല. നമുക്ക് 2 വീലറിൽ പോകുന്നതിനോ അല്ലെങ്കിൽ കാറിൽ പോകുന്നതിനോ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. KSEBിയുടെ ഈ ഒരു ഇതുവഴി പോകുന്ന പ്രശ്നമില്ല. ഇവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ അവർക്ക് അവിടെ ഇതിൻ്റെ താഴെയാണ്, അതായത് നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ടപ്പുറത്ത് മാറിയാണ് ഇവർ ഈ ഒരു പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 6 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പമ്പയും പിന്നെ അഴുത നദി, ഈ 2 നദിയുടെ ഏകദേശം 442 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്തെ ജലവും ഉപയോഗിച്ചാണ് ഈ ഒരു ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തോടാണ് വെള്ളം കൊണ്ടുപോകുന്നത്.
കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഏറ്റവും നോക്കിന് ഭയങ്കര മഴ. ഇവിടോട്ട് കയറി ഇങ്ങനെ കടന്നിവിടെ കയറി ഇരിക്കും. കുറന്ന് നോക്കുക കണ്ടോ, ഞങ്ങൾ കുറേ കണ്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി തരുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ കാണുന്നവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഇസ് രഞ്ജിത്ത് ആൻഡ് കാശിക്കുട്ടൻ സൈനിങ് ഓഫ്. കാശിക്കുട്ടനാ സൈനിങ് ഓഫ് ഓരോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.